പാലക്കാട് കനത്ത ചൂടിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി അല്പമൊന്ന് വാടിയെന്ന് പറയുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ ഏറ്റവും അധികം ചൂടുള്ള ജില്ലയാണ് പാലക്കാട് എന്ന് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചൂട് തിളച്ചുമറിയുന്ന പാലക്കാട് അതിനും മുകളിലാണ് അന്തരീക്ഷത്തിലെ ചൂട് എന്ന് പറയാം. രമേശ് പിഷാരടിയെ സംബന്ധിച്ച് അദ്ദേഹം പൊതുപ്രവർത്തകനല്ല, സിനിമാ താരമാണ്, സെലിബ്രിറ്റിയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങളൊന്നും പിഷാരടിക്ക് വശമില്ല. ഇവിടെ തളർന്നു പോകുന്ന രമേശ് പിഷാരടിയെ താങ്ങി നിർത്തുന്നത് ഷാഫി പറമ്പിൽ MP-യാണ്. പാലക്കാട് സീറ്റ് രമേശ് പിഷാരടിക്ക് നീക്കിവെക്കണമെന്ന് വാശി പിടിച്ചത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് അവിടെ രമേശ് പിഷാരടിയെ വിജയിപ്പിക്കേണ്ടതിന്റെ ബാധ്യതയും ഷാഫി പറമ്പിലിനുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഷാഫി പറമ്പിലും രമേശ് പിഷാരടിയും വിജയം സുനിശ്ചിതമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാലക്കാട് കോൺഗ്രസിന് ഡീലുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ ഷാഫി പറമ്പിൽ പക്ഷേ ആ ഡീൽ BJP ആയിട്ടോ CPM ആയിട്ടോ അല്ലെന്ന് പറയുന്നുണ്ട്. പാലക്കാട്ടെ ജനങ്ങളുമായിട്ടാണ് കോൺഗ്രസിന് ഡീലുള്ളതെന്ന് പറയുന്ന ഷാഫി പറമ്പിൽ CPM-ന്റെയും BJP-യുടെയും കള്ളക്കളികൾ അവിടെ പൊളിഞ്ഞു വീഴുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. അതിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്തവണ UDF ജയിക്കരുതെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം UDF-നാണ് ജയസാധ്യത എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, പക്ഷെ ഞങ്ങൾക്കൊരു ഡീലുണ്ട്. ഞങ്ങളുടെ ഡീല് ജനങ്ങളുമായിട്ടാണ്. ആ ഡീല് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ഡീലുകളെ അവരുടെ പ്രവർത്തകർ തന്നെ തകർക്കും. കാരണം അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ധാരണകളാണ് അവരുടെ നേതൃത്വത്തിലിരിക്കുന്നവർ ഉണ്ടാക്കുന്നത്. അതതിൻ്റെ താഴെത്തട്ടിലുള്ളവർ അതേപടി ഏറ്റുപിടിക്കാനൊന്നും പോകുന്നില്ല. ജനങ്ങളും അവരുടെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഡീലുകളാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രമേശ് പിഷാരടി അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അത് പാലക്കാട്ടെ ജനങ്ങളുമായിട്ടാണ്. ആ ഡീൽ ഇവിടെ വിജയിക്കും. ജനങ്ങളും രമേശ് പിഷാരടിയും UDF-ഉം തമ്മിലുള്ള ഡീൽ ഇവിടെ വിജയിക്കും. അതേപ്പം ലാസ്റ്റ് ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ ഉത്തരം, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ UDF പ്രവർത്തനം നൽകും ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിലൊക്കെയുള്ള വിഭാഗീയത രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ തന്നെ തണലിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി രാജ്യത്തോട് ഒരുമിക്കാൻ ആവശ്യപ്പെട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ ഒന്നായിരുന്നു ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര രാജ്യത്ത് നടക്കുമ്പോൾ, കേരളത്തിൽ UDF അധികാരത്തിലില്ല, കേന്ദ്രത്തിൽ UDF അധികാരത്തിലില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം താമസിക്കുന്ന മുനിസിപ്പാലിറ്റി പോലും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭരിക്കുന്ന ഒരിടങ്ങളിലും അധികാരത്തിന്റെ ഒരു ചിഹ്നമില്ലാഞ്ഞിട്ടും രാജ്യം ഒരുമിക്കാൻ നടക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമാവൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞ് പാർട്ടി പ്രതിസന്ധിയിലുള്ളപ്പോൾ കോൺഗ്രസ് നശിച്ചു പോകരുത്, ആ ആശയത്തോടൊപ്പം നിൽക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പാലക്കാട്ടെ ജനതയ്ക്ക് അറിയാം. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷൻ്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൻ്റെ പേരിൽ കൂടിയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത് ആർജവത്തോടെ പറയുന്ന ഒരാൾ പാലക്കാടിൻ്റെ ശബ്ദമാവും. പാലക്കാടിൻ്റെ എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിക്കും. ഒരു വിഭാഗീയ അജണ്ടക്കും പാലക്കാട് തങ്ങളുടെ ഇടം വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഡീലിനെയും ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളുമായിട്ടുള്ള UDF-ന്റെ ഡീല്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഡീല്, അതായിരിക്കും ഇവിടെ വിജയിക്കാൻ പോകുന്നത്. എന്നല്ല ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ജയിക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. CPM ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്കെതിരെ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ആരാണ് ജയിക്കേണ്ടത്. അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയുണ്ട്. ഇവിടെ മത്സരം ആരൊക്കെ തമ്മിലാണ്, അതിലാരാണ് ജയിക്കേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ജനങ്ങളുമായിട്ടല്ലാതെ വേറൊരു ഡീലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. മൊത്തത്തിൽ ജനങ്ങളുമായിട്ട് ഞങ്ങൾ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അധികാരത്തിൽ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറുപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു 4 ദിവസത്തെ പ്രചരണം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്നത് പഴയ ഷാഫിയാണ്. എവിടെ പോയാലും തൊട്ട് കാണിക്കാവുന്ന ഈ റോഡിന് കല്ലിട്ടത് ഷാഫിയാണ്, ആ ലൈറ്റ് വെച്ച ഷാഫിയാണ്, ഈ കോളേജിൽ അങ്ങനെ ഇവിടെ ശ്രീകണ്ഠേട്ടൻ ഷാഫിയൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതുപോലെ ആവണം, അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നത്.